നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ടോ? അതിവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതുപോലെ ഒത്തിരി ആഗ്രഹിച്ചിട്ട് നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് ഉറപ്പായിട്ട് നടക്കും. നമ്മളിപ്പോൾ ഉള്ളത് വേറെ എവിടെയല്ല, മട്ടാഞ്ചേരിയിലുള്ള കുരിയച്ചൻ്റെ നടയിലാണ്. കൊച്ചിക്കാർ ഇതിനെ കുരിയച്ചൻ്റെ നടയെന്നും പ്രാന്തം കുരിയച്ചൻ എന്നൊക്കെ വിളിക്കും. ആഗ്രഹ സാഫല്യത്തിനായിട്ട് ധാരാളം ആൾക്കാരാണ് ഇന്നും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ മെഴുകുതിരി കത്തിച്ചും പൂമാല നേർച്ച സമർപ്പിച്ചൊക്കെയാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. മട്ടാഞ്ചേരിയിൽ ജൂതത്തെരുവിനടുത്തായിട്ട് തന്നെയാണ് ഈ പള്ളി വരുന്നത്. വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ വിശേഷ ദിവസം. എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ വന്നാൽ നല്ല തിരക്കായിരിക്കും. ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോവുകയോ അല്ലെങ്കിൽ കളഞ്ഞു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് ഉറപ്പായിട്ട് തിരിച്ചു കിട്ടുമെന്ന്. ഒത്തിരി ആൾക്കാർ അനുഭവങ്ങൾ സത്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിലൊക്കെ ഏറെ പ്രാധാന്യമുള്ള കൂനംകുരിശ് പ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലം കൂടിയാണിത്. പണ്ട് ആ പ്രതിജ്ഞ നടന്നതിൻ്റെ ഫലമായിട്ട് വടം കെട്ടി വലിച്ച് വളഞ്ഞു പോയ കുരിശായതുകൊണ്ടാണ് ഇതിനെ കൂനംകുരിശ് എന്ന് പറയുന്നത്. നമ്മൾ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി കിട്ടുന്ന വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. നിങ്ങൾ കൊച്ചിയൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് എന്തായാലും വരാൻ വേണ്ടി മറക്കണ്ട. എപ്പോൾ വന്നാലും ഇതുപോലെ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കിവിടെ വരാം, ഇതൊക്കെ കണ്ട് പ്രാർത്ഥിക്കാം. ഒത്തിരി വിശ്വാസമുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരാം. നമ്മൾ ഈ കുരിയച്ചനാട് എന്നൊക്കെ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ചാപ്പൽ പോലത്തെ സംഭവം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനോട് കൂടി ഒരു ചെറിയൊരു പള്ളിയുമുണ്ട്, അവിടെയും കൂടി വരണം. കൊച്ചിയിൽ വരുന്നവർ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പിന്നെ നിങ്ങളിങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ കഴിയുന്ന ഓട്ടോയിലോ ബൈക്കിലോ വരാൻ ശ്രമിക്കുക. കാരണം ഇവിടെ കാർ പാർക്കിങ്ങിലൊക്കെ വളരെ ഫെസിലിറ്റി കുറവാണ്. ധാരാളം ഹോൾസെയിൽ കടകളും അതുപോലെ വലിയ ലോറികളൊക്കെ വരുന്ന ഒരു റോഡാണിത്. അതുകൊണ്ട് കാറിന് വരുന്നവർ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഓട്ടോയ്ക്ക് വരാൻ ശ്രമിക്കുക.